സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷ് സാറാണ്. സാർ സ്വാഗതം. സാറ് ഈ നമസ്കാരം. ജിയോ പൊളിറ്റിക്സിലെ വലിയ നിർണായക സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നു. ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ചൈന സന്ദർശനം നടത്തുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 5 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ 4 കൂടാതെ UAE സന്ദർശനം പൂർത്തിയാകും. ഇപ്പോ നിലവിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശന പരിപാടികളുടെ പ്രാധാന്യം വളരെയാണ്. അതോടൊപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഊർജ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള നിർണായക ദൗത്യവും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിന്റെ ഫലമായിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത്? ഇതിനകത്ത് ഏറ്റവും പ്രധാനം പ്രധാനമന്ത്രിയുടെ UAE വിസിറ്റ് തന്നെയാണ്. കാരണം നമ്മള് UAE വിസിറ്റ് ഇപ്പൊ നമ്മൾ കാണുന്നത്, നമുക്കിപ്പം ഈ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് അതുവഴിയുള്ള ഗതാഗതം ഇന്ത്യയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നിലച്ചൊരവസ്ഥയാണ്. അതിന് ഒരു മാറ്റം ഉണ്ടാവുന്നത് വരെ നമുക്ക് വലിയൊരു പ്രതീക്ഷയുടെ കാര്യവുമില്ല. കാര്യം അവിടുത്തെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷമാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ UAE ഉള്ള സന്ദർശനവും ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി S ജയശങ്കർ UAE ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ നമ്മളുടെയും കൂടെ ഒക്കെ ഉള്ള ഒരു സമ്മർദ്ദത്തിന്റെ സ്വാധീനത്തിന്റെ ഒക്കെ ഫലവും കൂടി തന്നെ ആയിരിക്കണം UAE OPEC രാജ്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അത് വളരെ വർഷങ്ങളായിട്ട് UAE തങ്ങളെ സൗദി അറേബ്യ വളരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണയൊക്കെ UAEക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സൗദി അറേബ്യ ആയിട്ടുള്ള ഒരു ഭിന്നിപ്പകട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുമായിട്ടുള്ള സൗദി അറേബ്യയുടെ സാമീപ്യവും അവരുടെ സഹകരണവും ഒക്കെ ഉണ്ടാക്കുന്ന UAEക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടൊക്കെ പരിഗണിച്ച് തന്നെയാണ് ഈ ഒപ്പക്കിൽ നിന്ന് പുറത്തു വന്നത്. മാത്രമല്ല ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നത്, അതായത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പരിധി, അത് സൗദി അറേബ്യയുടെ ഒരു താല്പര്യത്തിന്റെ സ്വാധീനത്തിലാണ് ആ ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നത്. അതായിരുന്നു UAE സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഒപ്പക് രാജ്യങ്ങളിൽ തുടരുന്നതിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അവരനുഭവപ്പെട്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു. ഇപ്പൊ അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നത് കാരണം അവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. 2027 അവർ 5 മില്യൺ ബാരൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ UAE നിന്ന് ബോംബെയിലേക്കുള്ള ഒരു ഓയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പൈപ്പ് ഇടുന്ന പദ്ധതി ഇന്ത്യയുമായിട്ട് ധാരണയായിട്ടുണ്ട്. ഇപ്പം ഈ UAEയുമായിട്ടൊരു കരാർ ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ മാർഗം നമുക്ക് ഇന്ധനം കൊണ്ടുവരുന്നതിന് വലിയ പ്രശ്നമില്ല. അപ്പൊ അത് പരമാവധി, കാരണം UAEയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ പരമാവധി കയറ്റി അയക്കുന്നത് UAEയുടെ ഉൽപാദനം പരമാവധി ഇന്ത്യയിലേക്ക് വരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ഒരു മുഖ്യ അജണ്ട എന്ന് തോന്നുന്നു. അത് ഇവിടെ ഇപ്പൊ നമ്മുടെ ബ്രിക്സിന്റെ മീറ്റിംഗ് ഇപ്പൊ ഡൽഹിയിൽ നടക്കുകയാണ്. അപ്പൊ ബ്രിക്സിന്റെ മീറ്റിംഗിൽ ഡൽഹിയിൽ നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അബ്ബാസ് അരാക്ചി വളരെ നിശിതമായ രീതിയിലാണ് UAE പ്രതിനിധികളെ വിമർശിച്ചത്. കാരണം യുദ്ധം കൊടുമ്പിരിയുണ്ടായാല് യുദ്ധം വളരെ തീവ്രമായി നടക്കുന്ന സമയത്ത് നെതന്യാഹു UAEയിൽ സന്ദർശിച്ചിരുന്നു. നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം UAEക്ക് ഒരു അയൺ ഡോം ആ യുദ്ധകാലത്ത് ഒരുക്കി കൊടുത്തു എന്നൊക്കെയുള്ള പ്രസ്താവന ഈ നെതന്യാഹു നടത്തിയിരുന്നു. അപ്പൊ അത് വളരെ പ്രകോപിപ്പിക്കുകയുണ്ടായി, ഇറാനെ പ്രകോപിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സ്വാധീനവും ഇസ്രയേലുമായിട്ടുള്ള ഈ ഒരു സഹകരണമൊക്കെ ഗൾഫ് മേഖലയിലെ വീണ്ടും ഒരു അശാന്തിയുടെ മേഖലയാക്കി മാറ്റും. അത് കാരണം ഇറാൻ പിന്നീട് UAE ആക്രമിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നത്തിന്റെ പേരിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നതിൽ ബ്രിക്സ് രാജ്യ അംഗങ്ങൾ പരാജയപ്പെട്ടു. അതിനെ അപലപിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് അരാക്ചി പറഞ്ഞത്. പക്ഷെ അതിനോട് നമ്മൾ പ്രതികരിച്ചത് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഇന്ത്യ ആ ഒരു മേഖലയിലേക്ക് തൊട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അരാക്ചിയും കൊണ്ട് അത് വളരെയധികം പ്രസ് ചെയ്യിക്കുകയുണ്ടായില്ല. അതെല്ലാം സൂചിപ്പിക്കുന്നത് രണ്ടുപേരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഇറാനെ ആണെങ്കിലും UAE ആണെങ്കിലും.
അപ്പൊ UAE-യിൽ അതൊരു വലിയ ഇഷ്യൂ ആകാതെ ഇന്ത്യ അത് കൈകാര്യം ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഇന്ധന താല്പര്യം UAE-യിൽ നിന്നുള്ള പരമാവധി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പിന്നിൽ തന്നെയാണ്. അത് തന്നെ ആയിരിക്കണം ആ ഒരു രീതിയിൽ ബ്രിക്സ് മീറ്റിംഗിലും ഈ വിഷയത്തെ വലിയൊരു കോൺട്രവേഴ്സി ആക്കാതെ, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആക്കാതെ അത് ഒതുക്കി തീർത്തതിന്റെ കാരണം അത് തന്നെയാണ് ആയിരിക്കണമെന്ന് തോന്നുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു വിസിറ്റ് ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട 5 രാഷ്ട്രങ്ങളിലേക്ക് അദ്ദേഹം വിസിറ്റ് നടത്തുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, സ്വീഡൻ, നോർവേ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ അവിടെയും ഒക്കെയുള്ള യാത്രയുടെ ഒരു മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവണം. കാര്യം ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഈ സമ്പദ് വ്യവസ്ഥ ഭയങ്കരമായിട്ട് ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ. കാര്യം ആ കുതിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ എങ്ങനെ നേരിടാം, അതുപോലെ അവരുമായിട്ടുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള വ്യാപാരങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇങ്ങനെയൊക്കെയുള്ള വിവിധ അജണ്ടകളുണ്ട്. അത് തന്നെയാണ് ഇപ്പം ഈ ട്രംപിന്റെ വിസിറ്റ് ചൈനയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ചൈനയിൽ കാര്യമായിട്ട് ട്രംപ് അവിടെ വന്നത് ഇറാൻ വാറിനെ അല്ലെങ്കിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പിന്നെ ചൈനയുടെ ഒരു മധ്യസ്ഥം അത് പരമാവധി പ്രയോഗിക്കുക, അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു. പക്ഷെ അവിടെയും എനിക്ക് തോന്നുന്നു ഇന്നിപ്പം അദ്ദേഹം മടങ്ങിപ്പോയി ഈ ചൈന സന്ദർശനം കഴിഞ്ഞിട്ട്. അവിടെ നടന്ന സംഭവം വളരെ പ്രായോഗികമായിട്ട് നടന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കച്ചവടം മാത്രമേ നടന്നിട്ടുള്ളൂ ഇവിടെ. കാരണം ചൈനയുടെ കയ്യിൽ നിന്ന് ബോയിങ് വിമാനങ്ങൾ വാങ്ങാമെന്ന് അമേരിക്കയെ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് സോയാബീൻ ഇറക്കുമതി ചെയ്യാമെന്ന് ചൈനയെ സമ്മതിച്ചു. പിന്നെ ഈ ഒരു വർഷത്തേക്ക് ഈ റെയർ എർത്ത് കയറ്റി അയക്കുന്നത് അതായിരുന്നു ഏറ്റവും വലിയൊരു അമേരിക്കയെ കുഴപ്പിച്ച ഏറ്റവും വലിയൊരു വിഷയം അതായിരുന്നു. റെയർ എർത്ത് കയറ്റി അയക്കുന്നത് സംബന്ധിച്ചിട്ട് ചൈന ഏർപ്പെടുത്തിയ നിരോധനം മാറ്റാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ട്രേഡ് സംബന്ധമായിട്ടുള്ള ഒരു കരാറല്ലാതെ മറ്റ് ഒരു ഇറാൻ പശ്ചിമേഷ്യൻ യുദ്ധത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഒരു ഒരു നേട്ടമൊന്നും കൈവരിക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ചൈന വിസിറ്റ് ഈ വ്യാപാര കരാറുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയല്ലാതെ ബാക്കിയുള്ള തലത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം വെച്ചാൽ ചൈന ഒരു ഭയവും ഇല്ലാതെയാണ് ട്രംപിന്റെ അടുത്ത് പെരുമാറിയിരിക്കുന്നത് ഇവിടെ വെച്ചിട്ട്. അതായത് തായ്വാൻ ഇഷ്യൂ അതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, സംഘർഷം ഉണ്ടാവും എന്ന് വ്യക്തമായ ഒരു ധാരണ വ്യക്തമായിട്ട് തന്നെ ചൈന അവിടെ വെച്ച് വെളിപ്പെടുത്തിയുണ്ടായി. അതേപോലെ തായ്വാൻ പോളിസിയിൽ തങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല എന്നുള്ള ഒരു നിലപാട് അമേരിക്ക എടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ട്രംപിന്റെ വിസിറ്റിന്റെ ഒരു പ്രത്യേകത എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയും ഈ അവര് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗതി നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ യുദ്ധത്തെ ഒരു വശത്താക്കിക്കൊണ്ട് ആഗോള തലത്തിലുണ്ടാവുന്ന വ്യാപാര ബന്ധങ്ങളിലൂടെയും കയറ്റുമതികളിലൂടെയും ഇങ്ങനെയുള്ള രീതികളിലൂടെ എങ്ങനെ സമ്പദ് വ്യവസ്ഥയെ സജീവമാക്കി നിർത്താം എന്നുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഈ വിസിറ്റുകളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാതെ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിനെ അവസാനിപ്പിക്കാനുള്ള ഒരു യാത്രയൊന്നും ആയിരുന്നില്ല ട്രംപ് ചൈനയിലേക്ക് നടത്തിയത്. അതേപോലെ തന്നെ നമ്മളുടെ കേസ് നമ്മളിപ്പം കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് നമ്മള് ഇവിടെ UAE വിസിറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അജിത് ഡോവലാണെന്ന് തോന്നുന്നു സൗദി അറേബ്യയിലേക്കും സന്ദർശനം നടത്തിയിരുന്നു. അപ്പൊ ഈ ഒരു ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള വളരെ വലിയ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഏകദേശം ഒരു വിജയം കാണുന്ന ഒരു എന്താ പറയുക, അതൊരു വളരെ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം ഈ UAE-യുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു കൂടുതൽ ഊഷ്മളതയിൽ നമുക്കിപ്പോ മനസ്സിലാവുന്നത്. ശരി സാർ, അതിപ്പോ ഒരു കാര്യം കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ ട്രംപിന്റെ ചൈന സന്ദർശനത്തില് മറ്റൊരു വ്യാഖ്യാനവും വന്നിരുന്നു. കാര്യം ഈ ഇറാൻ അമേരിക്ക മധ്യസ്ഥനായിട്ട് റോൾ നിർവഹിച്ചിരുന്ന പാകിസ്ഥാനാണ്. പക്ഷെ പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അമേരിക്കയിൽ ചില ചർച്ചകൾ പുരോഗമിച്ചു. പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്തേക്ക് അവർക്ക് വലിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അവരുടെ വിമാനങ്ങളടക്കം സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ഒരു മധ്യസ്ഥനായിട്ട് പാകിസ്ഥാനെ പരിഗണിക്കേണ്ടതില്ല, ചൈനയ്ക്ക് കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കും. കാരണം
ഇറാന്റെ വലിയൊരു രീതിയിലുള്ള എണ്ണ ഉപഭോക്താവ് ചൈനയാണ്. അപ്പൊ ചൈന പറഞ്ഞാൽ ഇറാൻ അനുസരിക്കും. അതുകൊണ്ട് പലതരത്തിൽ ചൈനയെ നേരത്തെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു ഈ വിഷയത്തിൽ ഇടപെടിക്കാൻ വേണ്ടി. ഇപ്പോൾ ട്രംപിന്റെ ഉം. യഥാർത്ഥ വിസിറ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈ യുദ്ധത്തിൽ ഒരു എക്സിറ്റ് പ്ലാൻ എങ്ങനെയെങ്കിലും ഒന്ന് തയ്യാറാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇപ്പൊ സാറ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ട്രംപ് അക്കാര്യത്തിൽ അമ്പേ പരാജയപ്പെട്ടു അല്ലെ? പരാജയമാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യമായ ആ രീതിയിൽ ഒരു പുരോഗമനം നമുക്ക് ഒരു നേട്ടം ഉണ്ടാക്കിയതായിട്ട് കാണാൻ കഴിയുന്നില്ല. ട്രംപിന് എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഊരിപ്പോരുക എന്നുള്ളതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ മുഖ്യ ലക്ഷ്യം. കാര്യം അത്രയ്ക്ക് ആഭ്യന്തരമായ വിഷയങ്ങളാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതേപോലെ അന്താരാഷ്ട്ര തലത്തിലും. പക്ഷെ ആ ഒരു മേഖലയിൽ ഒരു കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ഈ സന്ദർശനത്തിന് കാണാൻ കഴിയുന്നില്ല. കാര്യം അത്തരം വിഷയങ്ങളിൽ ചൈന വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചുരുക്കി പറഞ്ഞാല് ഈ യുദ്ധത്തിന് ഇപ്പോ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വെടിനിർത്തലൊക്കെ വന്നപ്പോ പൂർണ്ണമായ ഒരു ശാശ്വത യുദ്ധവിരാമം എന്നൊക്കെയാണ് നമ്മൾ കരുതിയതെങ്കിലും പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഇന്ധന പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചില നിയന്ത്രണങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കുറെ കൂടി രൂക്ഷമാകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നതുകൂടിയല്ലേ എന്റെ അർത്ഥം? താൽക്കാലികമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലൂടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാനാണ് സാധ്യതയുള്ളത്. ഇന്നിപ്പോ നമ്മുടെ ഇന്ധന വിലയിലൊക്കെ ചെറിയ വർധന വന്നിട്ടുണ്ട്. വലിയ വർധനയല്ല, അതൊരു സാധാരണ നിലയിലുള്ള വർധന നമുക്ക് പറ്റത്തുള്ളൂ. ഒരു വലിയ അമിത ഭാരം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ 1 ലിറ്റർ പെട്രോളിന്റെ വില 489 സംതിങ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അവരുടെ സാമ്പത്തിക സ്ഥിതി അവിടെ ടാക്സി ഓടുവോ, ഓട്ടോറിക്ഷ ഓടുവോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാധാരണക്കാരന്റെ ജീവിതം ആലോചിച്ച് നോക്കുക അവിടെ. അതേപോലെ ബംഗ്ലാദേശില് റേഷൻ ആയി കഴിഞ്ഞു ഇന്ധനം. നമ്മൾ ഇന്ത്യ കുറെ സഹായിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെ. ചൈനയിലും വല്ലാണ്ട് വില വർദ്ധിച്ചിരുന്നു. അമേരിക്കയിൽ 38-40% ഗ്യാസിലിന്റെ വില വർദ്ധിച്ചു. അപ്പൊ ഇന്ത്യയിൽ വലിയ പരിക്കില്ലാതെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ സർക്കാർ പറയുന്നത് നമ്മുടെ കയ്യിൽ 45-60 ദിവസത്തേക്കുള്ള കരുതലുണ്ട്. അപ്പോ അതേ സമയത്ത് ഇത് നിയന്ത്രണം ആവശ്യമായി വരുന്നു. ശരി, നന്ദി.